തൃശൂരിൽ 3 ATM കവർച്ച ഉണ്ടായിരിക്കുന്നു. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATMലെ പണം കവരുകയായിരുന്നു. പ്രേക്ഷകർക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. അതിൽ ഒരു ATMന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്ന കണക്ക്. CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടിച്ച് മറച്ച ശേഷമാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. സൂരജ് സജി സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വളരെ ആസൂത്രിതമായി പ്രത്യേക പരിശീലനം നേടിയ സംഘം എന്ന് തന്നെ കരുതേണ്ടി വരും ആ കൊള്ളയുടെ സ്വഭാവം നമ്മൾ വിലയിരുത്തുമ്പോൾ. CCTVകളിൽ കറുത്ത പെയിന്റ് അടിച്ച് ദൃശ്യങ്ങൾ മറയ്ക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്? എത്ര പണം നഷ്ടമായി എന്നുള്ള കാര്യത്തിൽ അല്പസമയം കൂടി വേണ്ടിവരും അതിലൊരു കൃത്യമായ കണക്ക്. എങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്താണ്? പോലീസ് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടോ സൂരജ്? ഈ പണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നായ്ക്കനാലിൽ മാത്രം 9 ലക്ഷം രൂപ, അവിടെ നിന്ന് കോലഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 25 ലക്ഷം രൂപ, മാപ്രാണത്തും 25-നും 30-നും ഇടയ്ക്ക് ഉള്ള തുക നഷ്ടമായി എന്നുള്ളതാണ്. ഇതിൽ മാപ്രാണത്തും കോലഴിയിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അവിടെ ഈ ജീവനക്കാരെത്തി പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിനെ തന്നെ നാണിപ്പിക്കുന്ന ഒരു കവർച്ചയാണ് തൃശ്ശൂരിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. വെറും 10 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 10 മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കവർച്ചയാണ് 3 ഇടങ്ങളിലും അരങ്ങേറിയത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് 3 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നായ്ക്കനാലിലെ ATMൽ കവർച്ച ഉണ്ടാകുന്നത്. ഇതിന് തൊട്ടടുത്ത ഒരു ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അതിന് എതിർവശത്താണ് ഈ ATM ഉള്ളത്. പക്ഷേ ഇവിടെ എത്തിയ കവർച്ചാ സംഘം ഈ CCTV ക്യാമറയിൽ ആദ്യം കറുത്ത സ്പ്രേ പെയിന്റ് അടിച്ചതിന് ശേഷമാണ് ഇവർ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ, അതായത് 10 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഈ ATM തകർക്കുന്നു. അതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർക്കുന്നു. അതിനുശേഷം അവിടെ നിന്നുള്ള പണം കവരുകയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ചിലവഴിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ കോലഴിയിലേക്ക് സംഘം യാത്ര ചെയ്യുന്നത്. കോലഴിയിലേക്ക് ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് കോലഴിയിലേക്കുള്ളത്. അവിടെയും എത്തുന്നു. അവിടെയും സമാന സ്ട്രാറ്റജി, അതായത് മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന കവർച്ച, അതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ATM തകർക്കുന്നു. അവിടെ നിന്നും ഈ പണം കവർന്നുകൊണ്ടാണ് ഈ സംഘം കടന്നിരിക്കുന്നത്. ഒരു വെള്ള കാറിലാണ് ഈ സംഘം എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്പറും പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമ്പർ വ്യാജമായിരിക്കാം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസ് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം ജാഗ്രത നൽകുന്നു. പ്രത്യേകിച്ച് ഈ തൃശൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രതികൾ സംസ്ഥാനം വിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ള കാറുകൾ പ്രത്യേകിച്ച് പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം പോലീസ് നൽകുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, അതായത് കാറുകൾ തന്നെ കൃത്യമായ പരിശോധന വേണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ വാഹനം മാറി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം മോഷ്ടിച്ചെത്തിയതാണെങ്കിൽ അവർ യാത്രാമധ്യേ ഈ വാഹനം ഉപയോഗിച്ച് മറ്റൊരു വാഹനത്തിൽ കടക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം ഈ പരിശോധനകൾ വ്യാപിപ്പിക്കാനാണ് പോലീസ് ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലും ഈ അന്വേഷണം ശക്തമാക്കി, അതായത് പ്രതികളെ കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തുന്നു. സൂരജ്, പുലർച്ചെ 3:30യോടെയാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. 3-3:30യോടുകൂടിയാണ് എന്നുള്ളതാണല്ലോ ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? കാരണം ഇവിടെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പോലീസിൻ്റെ ഒരു ആക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഈ സജീവമായ വാഹന പരിശോധനയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ആ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് സൂരജ്? അതായത് ഈ മോഷണം നടന്നതിന് ശേഷം ഈ ബാങ്ക് അധികൃതർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു SMS ലഭിക്കുന്നു. ഈ ബാങ്ക് അധികൃതർ ഡൽഹിയിൽ നിന്ന് പോലീസിന് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ പോലീസിന് ഡൽഹിയിൽ നിന്ന് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഇത് സംബന്ധിച്ച സന്ദേശം എത്തുകയായിരുന്നു. ആ സമയത്ത് ഈസ്റ്റിന്റെ പോലീസ് കൺട്രോൾ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിലെത്തി ഇവിടെ പരിശോധന നടത്തുന്നത്. പക്ഷെ അതിനോടകം തന്നെ ഈ കവർച്ചാ സംഘം ഇവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. ഈ കവർച്ച നടന്ന് കുറച്ച് സമയത്തിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. അതുവരെ പോലീസിന്റെ ശ്രദ്ധയിൽ ഈ കവർച്ച ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് ഈ ഡൽഹിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തുന്നു, പരിശോധന നടത്തുന്നു. അപ്പോഴാണ് ഈ ATM കവർന്നു എന്ന കാര്യം പോലീസിന് ബോധ്യപ്പെടുന്നത്. പിന്നീട് ഈ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ കോലഴിയിലും കവർച്ച നടന്നതായി സന്ദേശം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മാപ്രാണത്തും ഇത്തരത്തിൽ SMS മുഖാന്തരമാണ് 3 ഇടങ്ങളിലും ഈ കവർച്ച നടന്നതായി സന്ദേശം ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ പോലീസ് എത്തി വലിയ പരിശോധനകളിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ തന്നെ
തന്നെ ഈ കവർച്ച നടത്തിയ സംഘം കടന്നു കളയുകയും ചെയ്തു. ഈ 10 മിനിറ്റിനുള്ളിൽ ഈ കവർച്ച നടത്തിയ ഈ കവർച്ചയിലെ വൈദഗ്ധ്യം അത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ സംഘമാകാം ഇതിന് പിന്നിൽ എന്ന് വിലയിരുത്താൻ പോലീസിനെ നയിക്കുന്നത്. കാരണം ഇത്രയും ജനത്തിരക്കുള്ള ഒരു മേഖല, പോലീസിന്റെ സർവൈലൻസ് ഉള്ള ഒരു മേഖല, ആ മേഖലയിൽ എങ്ങനെയാണ് ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ATM തകർത്ത് പണം കവരാൻ കഴിയുക എന്നുള്ളതാണ് പോലീസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സംഘമാണ് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതാണ് ഈ മറ്റു ഇടങ്ങളിലേക്ക്, അതായത് മറ്റു ജില്ലകളിലേക്ക്, സമീപ ജില്ലകളിലേക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സംഘം ഇതിനോടകം തന്നെ തൃശ്ശൂർ വിടാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. ഈ പണം കവർന്നതിന് ശേഷം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇവരെ തിരഞ്ഞ് സമയം കളയേണ്ടതില്ല എന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. പകരം മറ്റു ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുക, പ്രത്യേകിച്ച് പാലക്കാട് അതിർത്തി എല്ലാം ഉണ്ട്. ഇവർ ഈ സംസ്ഥാനം വിടുന്നതിനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇവർ കടക്കുന്നതിനുള്ള ഒരു സാധ്യത തടയുക എന്നുള്ള ഒരു പ്രാഥമിക നീക്കമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് എല്ലാ സ്റ്റേഷനുകളിലും ശക്തമായ വാഹന പരിശോധനയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വാഹന പരിശോധനയിലൂടെ തന്നെ ഇവരെ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും. എന്തു ചെയ്യണം, അതായത് ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കും. ആ രക്ഷപ്പെടാനുള്ള ശ്രമത്തിന് തടയിടുക എന്നൊരു നീക്കത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴും ഇതിന് തടസ്സമായി പറയുന്നത് സൂരജ് സജിയാണ് ATM-ന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ 3 ഇടങ്ങളിലാണ് ATM കവർച്ച ഉണ്ടായിരിക്കുന്നത്. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അതിവിദഗ്ധമായി ATM-ലെ പണം കവരുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് ഒരു ATM-ൽ നിന്ന് മോഷണം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സംഘം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ വല വിരിച്ചിട്ടുണ്ട് പോലീസ്. വാഹന പരിശോധന ശക്തമായി തുടരുന്നുണ്ട്. 60 ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. ബാങ്ക് അധികൃതർ കൂടി എത്തുന്നതോടുകൂടി ആ കണക്കിലൊരു വ്യക്തത വരും. വളരെ ആസൂത്രിതമായി CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടക്കം അടിച്ച് തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് ഈ സംഘം മടങ്ങിയിട്ടുള്ളത്. അവരിലേക്ക് എങ്ങനെ എത്താൻ കഴിയും എന്നുള്ള കാര്യം, അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം.